നമസ്കാരമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടകര ചാറ്റിലമ്പാടത്താണ്. ഇവിടെ കൃഷി ചെയ്യാൻ ഈ വർഷത്തെ കൃഷി ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉഴലും കളക്കലും കാര്യങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരു ചേട്ടൻ ട്രാക്ടർ കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് ഈ വഴിയൊന്ന് ചുമ്മാ വന്നതാണ്. ഇന്ന് എത്ര കണ്ടോ ഇത്? ആ ആ ഇന്ന് മഴ കൊണ്ട് രാവിലത്തെ 7 മണിക്ക് ഞാൻ വന്നതാണ്. ആ ഓക്കെ ഓക്കെ, ശരി. ചേട്ടൻ്റെ പണി നടക്കട്ടെ. ചേട്ടന് ട്രാക്ടർ മാത്രം ഓടിക്കാനല്ല അറിയാം. ചേട്ടൻ അടിപൊളി മിമിക്രിക്കാരാണ്. അപ്പോൾ ചേട്ടൻ്റെ ഒന്ന് രണ്ട് മിമിക്രി നമുക്ക് ഇവിടെ കാണാം. ഒന്ന് പറഞ്ഞു ചേട്ടാ. ആ ചേട്ടൻ ജയൻ്റെ ഇപ്പൊ പറഞ്ഞേ. ജയൻ അടിപൊളി ചേട്ടാ, അടിപൊളി, സൂപ്പർ. ഓക്കെ. കഴിച്ച് ആ തഞ്ചല് ആകാ പോയടാ മകനെ. കൊള്ളാം കൊള്ളാം, അടിപൊളി. ആ ചേട്ടൻ്റെ പണി നടക്കട്ടെ. അപ്പം ശരി ചേട്ടാ, ചേട്ടനെ ഇവിടെ വന്ന് കാണാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ. ആ അപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ പണി തുടങ്ങാൻ പോണ്. ചേട്ടൻ ഒന്ന് രണ്ട് മിമിക്രി താരങ്ങൾ കാണിച്ചു, നന്നായിട്ടുണ്ട്. വീണ്ടും എന്താ പറയുന്നുണ്ട്? ആ ശരി ശരി, ചേട്ടൻ പാടശേഖര കമ്മിറ്റിയാണല്ലേ? ഓക്കെ ഓക്കെ, സന്തോഷം. ആ ഓക്കെ, ശരി കേട്ടോ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു. വന്നപ്പോൾ ഈ ട്രാക്ടർ ഒഴിഞ്ഞ കണ്ടപ്പോൾ അതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനെന്താ വെച്ചാൽ ഈ ആ ചേട്ടൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ഊണ് കഴിക്കാൻ പോയിട്ടില്ല, അപ്പോൾ ഇത് ഉഴുത് കഴിഞ്ഞിട്ട് വേണം ഊണ് കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയം ഇപ്പോൾ ഒരു 6 മണിയാവാറായി വൈകുന്നേരം. അപ്പോൾ രാവിലെ വന്നിട്ട് ആൾ ഇത്രയും ഭാഗങ്ങളൊക്കെ ഉഴുത് ടൈമായി. ഇപ്പോൾ ആൾ ഫുഡ് കഴിക്കാൻ പോകാണ്ടെന്നൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ ഒന്നേരുടെ കാര്യങ്ങൾ വെച്ചപ്പോൾ ആൾ അതിനുള്ള മറുപടി എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു ഒരു മിമിക്രി അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ മിമിക്രി പറയും എന്ന് പറയുമ്പോൾ ആൾ മിമിക്രി പറഞ്ഞു. മിമിക്രി ജയൻ്റെ ആണെന്ന് പറഞ്ഞു, പിന്നെ വേറെ ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആൾക്ക് ആ ഊണ് കഴിക്കാൻ പോകാത്തതിൻ്റെ ആ വിശപ്പൊക്കെ അതിൽ മാറിയെന്ന് എന്നോട് പറഞ്ഞത് ഏത് ഈ മിമിക്രി കാണിച്ചത്. അപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് സന്തോഷമായി, ആൾക്ക് സന്തോഷമായി. ഇപ്പോൾ ആളാണെങ്കിൽ പണി നിർത്തി പോവുകയും ചെയ്തു. 6 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ കാണാമെന്നും പറഞ്ഞ് ആൾ വിട്ടുപോയി. ആൾ ഞാൻ അറിയില്ല, പക്ഷേ ആളുടെ നല്ല എനർജി ഉണ്ട് ആൾക്ക്. ആ എനർജിയിൽ നിന്ന് പഠിച്ച മിമിക്രി
എനിക്ക് സന്തോഷമായി. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണും വരെ ഓക്കെ.